തുടക്കത്തിൽ കഥാനായികയായ മോച്ചുനെയാണ് കാണിക്കുന്നത്. അവളാകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവൾ ഭർത്താവിനായി ഒരു സർപ്രൈസ് ആയിട്ടാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഭർത്താവ് അതൊന്നും അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, രാത്രി അവിടെ നിന്നായിരിക്കും കഴിക്കുക എന്ന് പറഞ്ഞു പോകുന്നു. ഇതാണ് നമ്മുടെ ഹീറോ. ഹാൻ എന്നാണ് പേര്. ഹാന് അബ്രോഡിൽ നിന്ന് സ്റ്റഡിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകളായി നാട്ടിൽ തിരികെ എത്തിയത്. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ റെസ്റ്റോറൻറ്റിൽ മോച്ചുവിൻ്റെ ഭർത്താവും ഒരു ലേഡിയുമായി വരുന്നത് കണ്ട് ഹാൻ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് മോച്ചുവിന് അയച്ചു കൊടുക്കുന്നു. ഇവളും ആ ഫോട്ടോ കണ്ട് ആകെ വിഷമിക്കുകയാണ്. ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റാത്ത മനുഷ്യൻ മറ്റൊരു ലേഡിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കണ്ട് അവൾ അയാളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച് ഭർത്താവിന് ആ ഫോട്ടോ അയച്ച് നമുക്ക് പിരിയാമെന്ന് പറയുന്നു. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പോകും വഴിയിൽ മോച്ചോ ഹാനെ കണ്ടുമുട്ടുന്നു. ഇരുവരും അവസാനമായി കണ്ട നിമിഷം ഓർക്കുകയാണ്. ഹാൻ അബ്രോഡിൽ പോകും മുന്നേ അവൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമായതിനാൽ മോച്ചുന് അവൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ക്യാമറ സമ്മാനിക്കുന്നു. ഇന്നത്തെ ദിവസം അവൾക്ക് വിഷമമുണ്ടാക്കിയതിനാൽ ഹാനോട് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. വീട്ടിലെത്തിയ മോച്ചു അച്ഛനോട് തൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാനായി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അച്ഛനാകെ ഷോക്കായെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ജീവിതമാകുമ്പോൾ അങ്ങനെയാണ്, എന്തായാലും എല്ലാം ഓക്കെ, അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരാനായി വരുമെന്ന് പറയുന്നു. ശേഷം അവൾ അച്ഛൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അച്ഛൻ റൂമിലിരുന്ന് ദുഃഖിക്കുന്നത് കണ്ട് അവൾ ഒറ്റയ്ക്ക് പുറത്തു പോയിരിക്കുന്നു. അന്നേരം അതുവഴി ഹാൻ വന്ന് എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആകെ വിഷമിച്ചിരുന്നവൾ വേഗം തന്നെ ആ ഹാനെ കെട്ടിപ്പിടിച്ചു. ഹാൻ അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്ന കടയിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മൾ കുട്ടിക്കാലമായിരുന്നപ്പോൾ നിന്റെ ബാഡ് മൂഡ് മാറ്റാൻ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ നിന്റെ മുന്നിൽ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സ്കൂൾ ടൈമിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇതേപോലെ അവൾ ബാഡ് മൂഡിലിരിക്കുമ്പോൾ അവളുടെ മൂഡ് മാറ്റാനായി ഹാൻ അവളെ ഫോട്ടോ എടുക്കാനായി നിർബന്ധിച്ചു. അന്നേരം ഹാന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. അന്നെടുത്ത അവളുടെ അതേ ഫോട്ടോ. അവന് അവളോടുള്ള സ്നേഹം അറിഞ്ഞ അവൾ എടുത്തടിച്ച് എന്നെ വിവാഹം ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? ഇതിനുള്ള ഉത്തരം നാളെ തരാമെന്ന് ഹാൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ അവൾക്കായി ഒരു മോതിരം വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. പഠിക്കുന്ന കാലം തൊട്ട് ഹാന് മോച്ചനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ പ്രപ്പോസ് ചെയ്യാനായി നിൽക്കുമ്പോൾ മോച്ചു അവളുടെ ഭർത്താവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പോകുന്നത് കണ്ട് ആ ഒരു ഇഷ്ടം അവിടെ നിർത്തുന്നു. അവസാനം ഇപ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ അവളെ തനിക്ക് കിട്ടുമെന്ന് ഉള്ള ആഗ്രഹത്തിൽ കുറെ നേരം അവളെ വെയിറ്റ് ചെയ്തു. നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഇനി അവൾ തിരിച്ചു വരില്ലെന്ന് കരുതി അവൻ തിരിച്ചു പോകുമ്പോൾ അവൾ പിന്നാലെ ഹാനെ വിളിക്കുകയാണ്. അവൾ ഹാന് ഒരു ബൊക്കയുമായി വരുന്നു. എന്നിട്ട് അവൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് അവളെ ഒരിടത്ത് വെച്ച് എല്ലാവർക്കും കാണുക അവന്റെ ഇഷ്ടം പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവളും അതിന് സമ്മതിക്കുകയാണ്. അവൻ ഭാവിയിൽ നിനക്ക് ഞാൻ ഒരു നല്ല ഭർത്താവായിരിക്കുമെന്ന് സത്യം ചെയ്യുന്നു. അവളും തിരിച്ച് നല്ല ഭാര്യയായിരിക്കുമെന്നും സത്യം ചെയ്യുന്നു. ഇവിടെ അവളുടെ എക്സ് ഹസ്ബൻഡിന് ഒരു വലിയ കോൺട്രാക്ട് നഷ്ടമായിരിക്കുകയാണ്. കാരണം അന്നൊരു കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ടായി. ആ ഒരു കമ്പനി മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടാണ് ആ ലേഡിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയത്. അന്ന് നടന്ന ഒരു സംഭവം കാരണമാണ് അയാളുടെ ഭാര്യ പോയതെന്ന് മനസ്സിലാക്കിയ ആ ലേഡി അയാളോട് ക്ഷമ പറഞ്ഞെങ്കിലും അയാൾ മോച്ചനൊപ്പമുള്ള ഫോട്ടോ നോക്കി നിൽക്കുന്നതിനാൽ ആ ലേഡി അറിഞ്ഞുകൊണ്ട് തന്നെ അത് തട്ടിമാറ്റുന്നു. എന്നിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് ആ ലേഡി ക്ഷമ പറയുമെങ്കിലും അയാൾ അവളെ വകവയ്ക്കാതെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ തനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറയുന്നു. ഹാനാണെങ്കിൽ അവളെ കിട്ടിയ സന്തോഷത്തിൽ വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് ഹാപ്പിയാക്കുന്നു. അടുത്ത ദിവസം അവൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ എക്സ് ഹസ്ബൻഡ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി വരുന്നു. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന് പറഞ്ഞ് കൈപിടിക്കുമ്പോൾ തന്റെ വിവാഹം കഴിഞ്ഞതാണ്, ഇനി തന്നോടൊപ്പം വരില്ലെന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് അവളെ പിക്കപ്പ് ചെയ്യാനായി ഹാൻ വരുന്നു. ഹാനെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയും അന്ന് ഹോട്ടലിൽ വെച്ച് നിന്നെയല്ലേ കണ്ടത്, നീ ആണല്ലേ അവൾക്ക് ഫോട്ടോ അയച്ചെന്ന് പറയുന്നു. ഹാൻ അവളെ കൂട്ടി പോകാൻ പോകുമ്പോൾ അയാൾ ഹാനെ പിടിച്ചു നിർത്തി. അവളെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ ആദ്യ ദിവസം ബ്രേക്കപ്പ് ആയതാണ്. നീ വിചാരിക്കുന്നത് പോലെ അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? 5 വർഷം എന്നോടൊപ്പം ജീവിച്ചതാണ്. 5 വർഷം എന്നോടൊപ്പം ജീവിച്ചാണ്. എന്നോടൊപ്പമുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് അവളുടെ മനസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്ന് അയാൾ പറയുന്നു. എന്നാൽ അവളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഓ, അവളെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 5 വർഷമാണ് നിങ്ങൾ അവളുടെ ജീവിതം കളഞ്ഞത്. ഇനി അവളുടെ കാര്യം അന്വേഷിക്കാനായി വരണ്ടെന്ന് ഹാൻ പറഞ്ഞു പോകുന്നു. എന്തായാലും മോച്ചോ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ എക്സ് ഹസ്ബൻഡ് അവിടുന്ന് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ്